നമസ്കാരം, ഞാൻ ജെയിംസ് കാരൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് സത്യമുക്ക് ഭാഗത്തുനിന്നും പിടവൂരിനും ഇടയ്ക്കുള്ള ഭാഗം ഗുരുമന്ദിരം നിൽക്കുന്ന ആ ഭാഗത്തായിട്ടാണ്. ആ ഭാഗത്തുള്ള റോഡ് തകർന്ന് കിടക്കുമായിരുന്നു. വണ്ടികൾക്കും വാഹനങ്ങൾക്കും ഒരു രക്ഷയുമില്ലാതെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗമാണെങ്കിൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് നേരത്തെ ഒരു ഭാഗം വൃത്തിയാക്കി, ഈ ഭാഗമായിരുന്നു വൃത്തിയാക്കിയിരുന്നത്. അത് ക്ലൈമറ്റ് കറക്റ്റ് അല്ലാത്തത്, അന്തരീക്ഷം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആ ഭാഗം അന്ന് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇതിന് സഹായം ചെയ്ത PWDയും വകുപ്പ് മന്ത്രിയും, ഇവിടുത്തെ ഗണേഷ് കുമാർ മന്ത്രിയാണ്, അദ്ദേഹത്തിനും ബിഗ് സല്യൂട്ട്. ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട്. ഗുരുമന്ദിരത്തിന് സമീപമായിട്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സെക്ഷനായിട്ടാണ് ചെയ്തത്. 2 പ്രാവശ്യമായിട്ട് ചെയ്ത്. ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ പെരുമഴയായിരുന്നു. ആ മഴ കാരണമാണ് അന്ന് കോൺക്രീറ്റ് നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ ഈ ഭാഗം ഭംഗിയായി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്തായി ഒരു ക്ഷേത്രമുണ്ട്, മഹാവിഷ്ണു ക്ഷേത്രം. ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ വഴിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഏതായാലും ഇവിടെ വാഹനങ്ങൾ തുഴഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഗതാഗതത്തിന് യോഗ്യമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ദേശീയ ഹൈവേ ആണ്. ഈ ഹൈവേയിൽ തന്നെ പല ഭാഗങ്ങളും ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഈ സത്യമുക്ക് ഭാഗത്ത് തന്നെ ഈ അമ്പലത്തിനോട് ചേർന്നും ഈ ഗുരുമന്ദിരത്തിനോട് ചേർന്ന് ഈ ദൂരെ കാണുന്നതാണ് അമ്പലം. അമ്പലത്തിൻ്റെ വഴിയാണ്, അതിൻ്റെ കാണിക്കവഞ്ചിയും അതിൻ്റെ വഴിയുമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ചെയ്യാൻ സന്മനസ് കാണിച്ച ശ്രീ KV ഗണേഷ് കുമാറിനും വകുപ്പ് തലത്തിലുള്ള PWD ഉദ്യോഗസ്ഥർക്കും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ജെയിംസ് കാരൂർ.